ഡിസംബർ 2023 നെറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന സമയത്ത് മാർജിനലി ആണ് പോയത്. പക്ഷേ എനിക്ക് ഇന്റേണലി ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നതിൽ നിന്ന് ആ ഒരു 3 മാസത്തെ ഒരു കാലയളവ് കൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടി മുന്നോട്ട് പോയപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കി എന്നുള്ളായിരുന്നു. പിന്നെ പതിയെ എനിക്ക് മനസ്സിലായി ടോപ്പിക്സ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതിയും അതിനെ ഡീൽ ചെയ്യേണ്ട ഹാൻഡിൽ ചെയ്യേണ്ട പെർസ്പെക്റ്റീവ് ഒക്കെ മനസ്സിലായി തുടങ്ങുന്നത്. സാർ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് വെച്ചിട്ട് ഞാൻ എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. അതിനുശേഷം ഒരാഴ്ച ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഇവിടുത്തെ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് കറക്റ്റായിട്ട് സാർ അത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ഏരിയാസിലാണ് പ്രശ്നമുള്ളത്. ശരിക്കും നമ്മൾ അപ്പോഴാണ് അറിയുന്നത് എന്റെ പ്രശ്നം ഇതാണെന്നുള്ളത്. അല്ലെ ഇപ്പം നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്, അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഇതാണ്, അല്ലെ ഇപ്പൊ പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. LMS ഇഷ്ടം പോലെ ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്സ് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തതിനു ശേഷം LMS ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ജനുവരിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതിന്റെ ബെനിഫിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്ന് എനിക്ക് ഉറപ്പാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ ടെസ്റ്റിമോണിയൽ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് കൃഷ്ണപ്രിയാണ്. കൃഷ്ണപ്രിയ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആയിരുന്നു. കൃഷ്ണപ്രിയ ഇവിടെ ജോയിൻ ചെയ്തത് ജൂൺ 2023 ആൻഡ് ഇക്കഴിഞ്ഞ ജൂൺ 2024 എക്സാമിന് കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. സോ കൃഷ്ണപ്രിയയ്ക്ക് ഇവിടെയുള്ളൊരു ജേർണി ആപ്പിൾബിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കൃഷ്ണപ്രിയ വന്നപ്പോൾ തൊട്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ കൃഷ്ണപ്രിയയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പം അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആദ്യത്തെ കാലയളവിൽ കൃഷ്ണപ്രിയയുടെ ബുദ്ധിമുട്ട് അതായിരുന്നു. പക്ഷെ പതുക്കെ സ്കോറൊക്കെ കൂടി വന്നു തുടങ്ങി. ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടി തുടങ്ങി. ആൻഡ് ആ ഒരു പ്രോപ്പർ ട്രാക്കിൽ പോയത് കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ക്വാളിഫൈ ചെയ്യാനും പറ്റിയത്. സോ നമുക്ക് കൃഷ്ണപ്രിയയിൽ നിന്ന് തന്നെ കൃഷ്ണപ്രിയയുടെ എക്സ്പീരിയൻസ് കേട്ട് തുടങ്ങാം. എങ്ങനെയുണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് നെറ്റ് എക്സാമിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്? ഞാൻ 2023 ജൂണിലാണ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം 2 തവണ ഞാൻ നെറ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ എനിക്കില്ലായിരുന്നു. പറയുകയാണെങ്കിൽ ടോട്ടലി സിലബസ് പോലും എനിക്ക് കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിലബസ് അറിയില്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം പിന്നെ അതിനനുസരിച്ച് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്പ്. അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറക്കെ വായിച്ച് ശീലിച്ച ഒരാളായിരുന്നു. അപ്പം എക്സാം ഹോളിൽ ചെന്നിരുന്നിട്ട് നമുക്ക് ഒരിക്കലും ഉറക്കെ വായിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്ന് മനസ്സിലാക്കി എടുത്ത് സോൾവ് ചെയ്തെടുത്ത എന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു ആദ്യത്തെ കുറച്ച് കാലയളവിൽ. അപ്പം ഇവിടുന്ന് ഏറ്റവും ചെയ്തു തന്നൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളോട് DAയും കോംപ്രിഹെൻഷനും വർക്ക്ഔട്ട് ചെയ്യാൻ പറയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു റീഡിംഗ് കോംപ്രിഹെൻഷൻ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, എന്തിനാണ് ഇപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അപ്പം പൊതുവെ അവിടെ വരുന്നൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെന്ന് വിചാരിച്ചു. പക്ഷേ റീഡിംഗ് കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ബേസിക് പ്രോബ്ലം അതാണെന്നുള്ളത്. അപ്പം അത് സോൾവ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും സ്കോർ കുറച്ചൊന്ന് കയറാൻ തുടങ്ങി. പലപ്പോഴും ഇപ്പൊ ഈ കൃഷ്ണപ്രിയ പറഞ്ഞ പ്രശ്നം എല്ലാവർക്കും തന്നെ ഉള്ളതാന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ ചിന്തിക്കും ഓക്കെ കോംപ്രിഹെൻഷൻ അല്ലേ, അവിടെ ചെല്ലട്ടെ, നമുക്ക് ചെയ്യാം, സമയമുണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നേരത്തെ ഏതായാലും ആ പാസേജ് നമ്മുടെ മുന്നിൽ കിട്ടുന്നില്ല, അപ്പൊ ചെല്ലുന്നു, വായിക്കുന്നു, ചെയ്യുന്നു. പക്ഷെ അതല്ല, അതിന് ഒരു പ്രോപ്പർ പ്രാക്ടീസ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ DA കറക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം മെമ്മറൈസേഷൻ ആയിരുന്നു. പേരുകൾ, ഇയറുകൾ ഓർത്തിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം അതും പ്രോപ്പറായിട്ട് ഞാൻ വന്ന് സ്വാതിമിസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ശരിക്കും ഉണ്ടാവാൻ തുടങ്ങിയത്.
DA ഞാൻ ചോദിക്കട്ടെ, മാത്തമാറ്റിക്കൽ ഏരിയാസ് ഒക്കെ ആദ്യമേ വളരെ ഈസി ആയിട്ട് പോയോ? എങ്ങനെയാണ് DA? എനിക്ക് മാത്സ് പൊതുവെ ഈസി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ സ്റ്റിൽ നമ്മൾ DA വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് നമുക്ക് പെട്ടെന്ന് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ DA ചെയ്തു തീർക്കാന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് സമയം കൃത്യമായിട്ട് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന 2 ഏരിയാസ് ആണ് DI അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ. പലപ്പോഴും അവിടെ വന്നിട്ട് ചെയ്യാം, എക്സാം ഹോളിൽ ചെയ്യാം, കാരണം ഏത് ക്വസ്റ്റൻ ആണ് നമുക്കൊരു ഐഡിയ ഇല്ല, കിട്ടുന്ന ക്വസ്റ്റൻ വെച്ച് ചെയ്യാം. പക്ഷെ അതല്ല, നമ്മുടെ പ്രാക്ടീസ് ത്രൂ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കൃഷ്ണപ്രിയ പറഞ്ഞത്. അത് തന്നെയാണ് നമുക്കും എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ഈ 2 ഏരിയ പേപ്പർ 1 വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് ആ മാർക്ക് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി പേപ്പർ 2 വന്നാൽ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് ആണ്, നമുക്ക് അതിനെക്കുറിച്ച് ധാരണകളുണ്ട് അല്ലെ. നമ്മളൊരു +1 തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിൽ PG വരെയുള്ള കാലയളവിൽ എല്ലാ സബ്ജക്റ്റും പഠിക്കുക. പക്ഷേ നമ്മൾ സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചതും ഇവിടെ പഠിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ അവിടെ പഠിച്ച പോലെ തന്നെയാണോ നമ്മൾ ഇവിടെ പഠിക്കുന്നത്? എന്താ അതുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത്? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്കലി എൻ്റെ പ്രശ്നം മെമ്മറൈസേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ PG വരെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല അതുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കിത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുവരെ നമുക്ക് എഴുതി പിടിപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെട്ട് പോകായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരു 50% 60% ധാരണയായിട്ട് എക്സാം ഹോളിൽ പോയിട്ട് കാര്യമില്ല. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ശ്രമിച്ചത്. കാരണം ഒത്തിരി ടോപ്പിക്കുകൾ വൈ എന്നുള്ളൊരു ചോദ്യം നമ്മൾ കണ്ടെത്തിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. നമ്മൾ പഠിക്കും, പക്ഷെ അത് എന്തുകൊണ്ട് ആൻസർ നമുക്ക് അറിയില്ല. നമ്മൾ കുറച്ചുകൂടി കോൺസെപ്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങിയത് ഇവിടെ വന്നപ്പോഴാണ്. ശരിക്കും നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഗുണം, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ കാര്യം പറയുന്നത്, നമ്മളോട് ഒരു ടോപ്പിക്ക് വെച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പൊ നമ്മളോട് ഒരു 10 ഒബ്ജക്റ്റീവ്സ് ആ ചോദിക്കുന്നെങ്കിൽ 10 ഒബ്ജക്റ്റീവ്സ് നമുക്ക് എഴുതിയാൽ മതി. പക്ഷെ നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ബാക്കി എത്ര എണ്ണം അറിയാന്ന് പറഞ്ഞാലും കാര്യമില്ല, ഇതറിയാമെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു വേഗമായിട്ടുള്ള പഠനം ഒരിക്കലും പോരാ. നമ്മളൊരു കോൺസെപ്റ്റിനെ കൃത്യമായി അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ടെസ്റ്റിലേക്ക് വന്നപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മളൊരു ഇഷ്യൂ അതായിരുന്നു അല്ലെ, ക്വസ്റ്റ്യൻസ് ഓൾറെഡി കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കൃഷ്ണപ്രിയ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ക്വസ്റ്റ്യൻസിലേക്കുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു പ്രശ്നം. അതെങ്ങനെയാ പതുക്കെ അത് സോർട്ട് ഔട്ട് ചെയ്ത് വന്നത്? ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കി എന്നുള്ളായിരുന്നു. പിന്നെ പതിയെ എനിക്ക് മനസ്സിലായി ടോപ്പിക്സ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി, അതിനെ ഡീൽ ചെയ്യേണ്ട ഹാൻഡിൽ ചെയ്യേണ്ട പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. പിന്നെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഇവിടെ സോൾവ് ചെയ്ത് തരുന്ന ആ ഒരു രീതി കൂടുതൽ ശ്രദ്ധിച്ച്, എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിലും അത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ഒരു ഐഡിയ വേണം. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച്, അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചപ്പോൾ തന്നെയാണ് എനിക്ക് ശരിക്കും മെമ്മറൈസേഷന്റെ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റിയത്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസിലൂടെ ആണെങ്കിൽ കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും ഈ കൃഷ്ണപ്രിയ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ പഠനം നെറ്റ് എക്സാം പോലൊരു എക്സാമിന് കംപ്ലീറ്റ് ആവുന്നില്ല. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രാക്ടിക്കലി അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് പേര് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചോളം 2023 ജോയിൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമുക്കൊരു എക്സാം വന്നു. ആ എക്സാമിന് അത്ര നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, മാർജിനലി നമ്മളതിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ഞാനത് എന്തിനെടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു തവണ ഒരു എക്സാം എഴുതി നമുക്കതിലൊരു നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോവാണ്, അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ പോവാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണലി നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട്, നമുക്കറിയാം അല്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയവർക്കെല്ലാം അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വീണ്ടും ഓക്കെ, ഞാൻ ഇനിയും പഠിക്കും, എനിക്കിത് പറ്റും, എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ അടുത്ത തവണ ഇതിലും നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്നാലേ നമുക്കിത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിന് പറ്റിയൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് കൃഷ്ണപ്രിയ. ഒരു തവണ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് അത് ഉപേക്ഷിച്ചില്ല, വീണ്ടും പഠിച്ചു, അടുത്ത തവണ വളരെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തു. അങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ ഞാൻ എടുത്തു പറയട്ടെ, ഇതിനിടയിൽ വന്ന സെറ്റ് എക്സാമും നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോയി, അതും നമ്മൾ ക്വാളിഫൈ ചെയ്തു. അപ്പം കൃഷ്ണപ്രിയ ഇവിടെ ആക്ച്വലി വന്നത് നെറ്റ് പഠിച്ച് ക്വാളിഫൈ ചെയ്യാനാണ്. പക്ഷേ കൃഷ്ണപ്രിയ ഇവിടെ വന്നു, സെറ്റ് ക്വാളിഫൈ ചെയ്തു, നെറ്റും ക്വാളിഫൈ ചെയ്തു. ഇനിയും കൃഷ്ണപ്രിയ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും GRFും ക്വാളിഫൈ ചെയ്യും അല്ലേ? ഡിസംബർ 2023 നെറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന സമയത്ത് മാർജിനലിയാണ് പോയത്. പക്ഷെ എനിക്ക് ഇന്റേണലി ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നതിൽ നിന്ന് ആ ഒരു 3 മാസത്തെ ഒരു കാലയളവ് കൊണ്ട് ഞാൻ എൻ്റെ
ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് കിട്ടി മുന്നോട്ട് പോയപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അത്ര ഡിമോട്ടിവേറ്റഡ് ആയിട്ടില്ല. പിന്നെ നമുക്ക് നെറ്റ് പോകുമ്പോൾ ഉള്ളൊരു വിഷമം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ എക്സാം കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാവരോടും പറയുന്നതാണ് നിങ്ങൾ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ പഠിപ്പിച്ചൊരു 3-4 ക്വസ്റ്റ്യൻസ് മാർക്കറ്റിംഗിൽ നിന്ന് കണ്ടു, പിന്നെ നമ്മൾ ലോയുടെ അവിടെ നിന്ന് ഇടുന്നു കുറച്ച് ക്വസ്റ്റ്യൻ പ്രോപ്പർ ഓർഡറിലല്ലോ, അപ്പം ഒരുമിച്ചല്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും പറയും മാർക്കറ്റിംഗിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ലോയിൽ നിന്ന് അത്രയും വന്നില്ല. പക്ഷേ എക്സാക്ട്ലി വളരെ ഈക്വലിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എല്ലാ യൂണിറ്റ്സിൽ നിന്നും ഈക്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷെ ഇതൊക്കെ നമ്മൾ ആ എക്സാം പോയിന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ അപ്പോൾ വളരെ ശരിയെന്ന് ചിന്തിച്ച ആൻസർ ചിലപ്പോൾ തെറ്റായിട്ടുണ്ടാവും. അപ്പം നമ്മളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റെസ്പോൺസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ വരുന്ന എല്ലാവരോടും പറയുന്നതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യണം. അത് വെച്ചിട്ട് നമുക്ക് അനാലിസിസ് നടത്താം. സോ അങ്ങനെ ഒരു അനാലിസിസ് ഒക്കെ കിരൺ സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നടത്തിയിരുന്നു അല്ലേ. അപ്പോൾ ആ അനാലിസിസിൽ നിന്നാണ് നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് എവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഇത്രയും പെർഫോമൻസ് നമുക്ക് എവിടെയാണ് കൊടുക്കാൻ പറ്റാതെ വന്നേ. നമ്മൾ ഓരോ യൂണിറ്റ് വൈസും പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും സ്പെസിഫിക്കലി എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം നമ്മൾ എപ്പോഴും പറയും നിങ്ങൾ പഠിച്ചില്ലയോ, നിങ്ങൾ ഫുള്ള് പഠിച്ച് തീർന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എക്സാം നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുക. കാരണം നമ്മളവിടെ എക്സാക്ട്ലി ഒരു എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇരിക്കുകയാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് അറിയില്ലാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മളിതൊരു യൂസ് ചെയ്യാത്തൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓരോ എക്സാമുകൾ നിർബന്ധമായിട്ടും എഴുതണം എന്ന് പറയാറുണ്ട്. കാരണം അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്ക് നന്നായിട്ട് പഠിച്ച് അടുത്ത തവണ ഇതിൽ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അനാലിസിസ് വളരെയധികം ഹെൽപ്പ് ചെയ്തില്ലേ. എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്, ഏതാ എൻ്റെ വീക്ക് ഏരിയ എന്ന് പ്രോപ്പറായിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ. ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് സാർ അത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ഏരിയാസിലാണ് പ്രശ്നമുള്ളത്. ശരിക്കും നമ്മൾ അപ്പോഴാണ് അറിയുന്നത് എന്റെ പ്രശ്നം ഇതാണെന്നുള്ളത്. അല്ലെ ഇപ്പം നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്, അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഇതാണ്, അല്ലെ ഇപ്പൊ പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആ ഫസ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ടൈം മാനേജ്മെന്റിൽ കുറച്ച് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കോംപ്രിഹെൻഷൻ പോയി ചെയ്യുമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ശരിക്കും ഈ എഴുതിയ എക്സാമിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പലപ്പോഴും പലർക്കും പറ്റിപ്പോകുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ഒന്നും അവർ കാണുന്നേ ഇല്ല. കാരണം അനാവശ്യമായി ഈ പറഞ്ഞ പോലെ DI അല്ലെങ്കിൽ കോംപ്രഹെൻഷനൊക്കെ ഒത്തിരി സമയം ഇപ്പോൾ 1 ഏരിയാസിൽ കളയും. ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു, നമ്മൾ കൃത്യമായിട്ട് ടൈം വെച്ച് ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സമയമുണ്ട്. നമ്മൾ DI ഒക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ ടൈം ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യിക്കുമായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ബാക്കിയുള്ള നമുക്കറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കിടക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അതിലേക്ക് നമുക്ക് എത്താൻ പോലും പറ്റുന്നുണ്ടാവില്ല. ശരിക്കും 150 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പം നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇത് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് പ്രാക്ടീസ് ത്രൂ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാച്ചിലെ കുട്ടികളുടെ ഒരു വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചു, ജൂൺ 2024 എക്സാം എഴുതി, അത് അവരെന്ത് ചെയ്തു, പല പ്രശ്നങ്ങൾ കൊണ്ട് അത് റദ്ദാക്കുകയാണ് ചെയ്തത്. ശരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതേ എഫേർട്ട് എടുത്ത് പഠിച്ചു. ഉറപ്പായിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടാണ് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ശരിക്കും ആ ഒരു സ്ട്രഗിൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ആ ഒരു പോയിന്റിൽ. ആ ഒരു പോയിന്റിൽ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും. കാരണം അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തൊരു എക്സാം ആയിരുന്നു റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം കട്ട് ഓഫ് കൂടും എന്നറിയാം, എന്നാലും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റദ്ദാക്കിയെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആകെയുള്ള ഒരു മാർഗ്ഗം നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അത് വിട്ട് കളയാതെ, ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ പിന്നെയും റിവൈസ് ചെയ്തു. റിവിഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ അന്നേരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റിവൈസ് ചെയ്തു. അപ്പൊ റിവൈസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കിട്ടിയ സമയം നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഇത്തവണത്തെ എക്സാം ശരിക്കും പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത എക്സാമിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത്തവണ ക്വാളിഫൈ ചെയ്യാനും പറ്റി എന്നുള്ളതാണ് വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള
കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റിസോഴ്സസ് ഇപ്പോൾ പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ LMS നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം എങ്ങനെയായിരുന്നു കൃഷ്ണപ്രിയയുടെ പഠനത്തിൽ? എനിക്ക് വേണ്ടി ആദ്യം ഒരു ടൈം സാർ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് വെച്ചിട്ട് എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. അതിനുശേഷം ഒരാഴ്ച ഞാൻ അതിൽ വർക്കൗട്ട് ചെയ്ത് നോക്കി. അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഇവിടുത്തെ റിസോഴ്സസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കറക്റ്റ് സമയം റിവിഷൻ ആണെങ്കിലും കൊടുക്കും, ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും കൊടുക്കും. LMS ഇഷ്ടം പോലെ ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്സ് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം LMS ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ജനുവരിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതിന്റെ ബെനിഫിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഇനി വരുന്ന നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് കൃഷ്ണപ്രിയക്ക് എന്താ പറയാനുള്ളത്? നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറെ എളുപ്പവഴികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക, പിന്നെ കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരോടാണെങ്കിലും, വീട്ടിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ അടുത്താണെങ്കിലും നന്നായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പം അതിനനുസരിച്ച് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം ഓപ്പൺ ആയിട്ട് തന്നെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. എൻ്റെ കുറവുകൾ ഇതാണ്, അല്ലെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഇതാണ്. അപ്പം അതിനനുസരിച്ചാണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അപ്പം നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ സപ്പോർട്ടിലോടുകൂടി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ. സോ കൃഷ്ണപ്രിയയെ കുറിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൃഷ്ണപ്രിയയുടെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ കൃഷ്ണപ്രിയക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെ ജെനുവിൻലി വന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മിസ് എനിക്ക് ഇന്ന കാര്യം അത്ര പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളോട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കും നന്നായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ പലതവണ പറഞ്ഞത് നമുക്ക് കുറേ തവണ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എവിടെയെങ്കിലും ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഇയർ വൈസ് ഉള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ മാച്ച് ദ ഫോളോയിങ് പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അതിൻ്റെ ഇയർ, അപ്പോൾ അതിൽ 1 or 2 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ അറേഞ്ച് ചെയ്യൂ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ ഒന്നിൻ്റെ ഇയർ നമ്മുടെ കയ്യിലില്ല. അപ്പം എല്ലാത്തിൻ്റെ ഇയർ അറിയാമെങ്കിലേ നമുക്ക് ആൻസറും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇയർ വൈസ് ക്വസ്റ്റൻസ് ഒക്കെ കൂടിയത് കൊണ്ട് തന്നെ ഇത് പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അതൊക്കെ പഠിക്കുക എന്നുള്ളതല്ലാതെ നമുക്കതിനപ്പുറം പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനില്ല. അതുകൊണ്ട് അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ കൃഷ്ണപ്രിയ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നല്ല രീതിയിൽ തന്നെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ പഠിച്ച് നമ്മൾ JRF ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യും. നമുക്ക് കൃഷ്ണപ്രിയ ഇവിടെ വരെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണപ്രിയക്ക് ഇനിയും പല ഡ്രീംസും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ആപ്പിൾബിയുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കും എല്ലാവരോടുമായിട്ട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട്. ഒരാളായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ വന്ന് എന്നെ ഇവിടെ വരെ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവരും, എൻ്റെ പേരൻസ്, ഫ്രണ്ട്സ്, ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും, ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തി നിൽക്കാൻ പറ്റിയത്. അപ്പം താങ്ക് യു. താങ്ക് യു.